ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു LLC അക്കാഡമി. LLC അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സെപ്റ്റംബർ 25 നടക്കാൻ പോകുന്ന അക്കൗണ്ടൻറ്റ് ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിനെ കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം PSC ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് അനൗൺസ് ചെയ്യുണ്ടായി. അപ്പം സിലബസ് എന്താണെന്നും എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിയേണ്ട കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അക്കൗണ്ടൻറ്റ് എക്സാമിനായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീ ക്ലാസ്സുകൾക്കായിട്ട് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് അക്കൗണ്ടൻറ്റ് ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാമിനെ കുറിച്ച് അറിയേണ്ടത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എക്സാം നടക്കുന്ന ഡേറ്റ് സെപ്റ്റംബർ 25 ആണ്. കാറ്റഗറി നമ്പർ 610/2021, 611/2021 ഗവൺമെൻറ് ഓൺഡ് കമ്പനീസ് ഓർ കോർപ്പറേഷൻസിൻ്റെ എക്സാം കൂടാതെ അന്നേ ദിവസം തന്നെ 2020 വന്നിട്ടുള്ള 2 നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള കേരള ഖാദി വില്ലേജ് ഇൻഡസ്ട്രീസിലുള്ള ഗോഡൗൺ കീപ്പർ, അതുപോലെ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൻ്റെ സ്റ്റോർ കീപ്പർ എന്നീ 2 പോസ്റ്റിലേക്ക് കൂടെയുള്ള എക്സാം അതേ ദിവസം തന്നെയാണ് നടക്കുന്നത്. 4 പോസ്റ്റിലേക്കും കൂടി കോമൺ ടെസ്റ്റാണ് PSC നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. അക്കൗണ്ടൻറ്റ് എക്സാമിന് മാത്രം കഴിഞ്ഞ തവണ PSC ലിസ്റ്റ് ഇട്ട സമയത്ത് 128 വേക്കൻസികളല്ല, റാങ്ക് ലിസ്റ്റിൽ 128 റാങ്ക് വരെ PSC വിളിച്ചിട്ടുണ്ട്. അപ്പം അത്രയധികം അപ്പോയിൻമെൻറ്റ് നടന്നിട്ടുള്ള പോസ്റ്റാണ് അക്കൗണ്ടൻറ്റ് പോസ്റ്റ് എന്ന് പറയുന്നത്. അതിന് കൂടെ തന്നെ നമുക്ക് കോമൺ ടെസ്റ്റായിട്ട് ഇരുന്ന സമയത്ത് 62/2020, 63/2020 നമുക്ക് എഴുതാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഏതൊരു BCom ഗ്രാജുവേറ്റിനും ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയാണ് സെപ്റ്റംബർ 25 നടക്കാൻ പോകുന്ന ഈ കോമൺ ടെസ്റ്റ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് PSC ഓൾറെഡി സൈറ്റിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബറിലെ കലണ്ടറിൽ നിങ്ങൾക്ക് സിലബസ് അവൈലബിൾ ആയിരിക്കും. ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ അത് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കാണിക്കുന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് പറയാം. കഴിഞ്ഞ തവണ ഈ എക്സാം വന്ന സമയത്ത് ഉണ്ടായിരുന്ന കട്ട് ഓഫ് 41.33 ആയിരുന്നു. പക്ഷേ 41.33 എത്താനല്ല നമ്മൾ പഠിക്കേണ്ടത്, കുറച്ചുകൂടിയധികം മാർക്ക് നേടാൻ വേണ്ടിയിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം അന്ന് PSC അവസാനം എടുത്ത റാങ്ക് ഹോൾഡർക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് 51.33 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഒരു 52-53 മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണയാണ് ലിസ്റ്റിലുള്ളെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ജോലിയിൽ പ്രവേശിക്കുമായിരുന്നു. അപ്പോൾ ഇത്തവണയും നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം PSC ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് ഇത്തവണ ഇറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ എക്സാം നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ സിലബസ് PSC ഇട്ടിട്ടില്ല. പക്ഷേ ഇത്തവണ 10 മൊഡ്യൂളുകളായി തിരിച്ചിട്ട് ഓരോന്നിലും 10 മാർക്ക് വെച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് PSC അനൗൺസ് ചെയ്തതുകൊണ്ട് തന്നെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലിസ്റ്റിൽ കയറാനും ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും. നോക്കാം നമുക്ക് സിലബസിൽ പറയുന്ന 10 മൊഡ്യൂളുകൾ ഏതാണെന്നുള്ളത്. ഫസ്റ്റ് അക്കൗണ്ടിംഗ് ആണ് വരുന്നത്. കമ്പനിയുടെ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് വരെയുള്ള പോർഷനാണ് അക്കൗണ്ടിങ്ങിൽ സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. ദെൻ കോസ്റ്റ് അക്കൗണ്ടിംഗ്, മാനേജ്മെൻറ്റ്, മാനേജറിയൽ ഇക്കണോമിക്സ്, കമ്പനി ലോ, ക്യാപിറ്റൽ മാർക്കറ്റ്, ഫണ്ടമെന്റൽസ് ഓഫ് ഇൻകം ടാക്സ്, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്, ഓഡിറ്റിംഗ്. ഇത്രയും ടോപ്പിക്സ് ആണ് നമുക്ക് ഈ 10 മൊഡ്യൂളുകളിൽ വരുന്നത്. ഓരോ മൊഡ്യൂളിലും PSC അലോട്ട് ചെയ്തിട്ടുള്ള മാർക്ക് 10 മാർക്ക് വീതമാണ്. അങ്ങനെ 100% സബ്ജക്റ്റിൽ നിന്ന് മാത്രം ക്വസ്റ്റ്യൻ വരുന്ന എക്സാം ആയിരിക്കും സെപ്റ്റംബർ 25 നടക്കാൻ പോകുന്ന അക്കൗണ്ടൻറ്റ് ജൂനിയർ അക്കൗണ്ടൻറ്റ് എക്സാം. ഈ ഓരോ മൊഡ്യൂളിലും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസ് ഏതൊക്കെയാണെന്ന് PSC ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നല്ല മാർക്കിൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ വരാവുന്നതാണ്. റാങ്ക് ലിസ്റ്റിൽ എത്താൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് LLC അക്കാഡമി ആപ്പ് വഴി കോച്ചിങ് നൽകുന്നുണ്ട്. അപ്പോൾ ഇതുവരെ LLC അക്കാഡമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്ത ഉദ്യോഗാർത്ഥികൾ ഡൗൺലോഡ് ചെയ്യുക. ഫോൺ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക. ശേഷം സ്റ്റോർസ് ടാബിൽ നിന്ന് അക്കൗണ്ടൻറ്റ് ക്രാഷ് കോഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആപ്പ് ഈസി ആയിട്ട് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം. അതുപോലെ തന്നെ അക്കൗണ്ടൻറ്റ് ക്രാഷ് കോഴ്സിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കും. ഈ ലിങ്കിലൂടെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ്. ഐഫോൺ യൂസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ട് മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അതിനുശേഷം DKJLV എന്ന ഞങ്ങളുടെ ഓർഗനൈസേഷൻ കോഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോഴ്സിൽ ആദ്യം ജോയിൻ ചെയ്യുന്ന 50 ഉദ്യോഗാർത്ഥികൾക്ക് 2000 രൂപ കോഴ്സ് ഫീസ് റിഡക്ഷൻ ലഭിക്കുന്നതാണ്. ഈ ഒരു ഓഫർ ആരും നഷ്ടപ്പെടുത്താതിരിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അക്കൗണ്ടൻറ്റ് എക്സാം എന്ന് പറയുന്നത്. 3 മാസം കൊണ്ട് സുഖമായിട്ട് പഠിച്ചെടുക്കാവുന്ന സിലബസ് ആണ്. ഇപ്പോഴേ സിസ്റ്റമാറ്റിക്കായി പഠിക്കാൻ തുടങ്ങിയാൽ എല്ലാ മൊഡ്യൂൾസും നമുക്ക് ഈസി ആയിട്ട് തന്നെ കവർ ചെയ്യാൻ കഴിയും. ആരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്താതിരിക്കുക.
ദെൻ നെക്സ്റ്റ് നോക്കാം PSC ഇറക്കിയിട്ടുള്ള അക്കൗണ്ടൻ്റ് എക്സാമിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നല്ല രീതിയിൽ വായിച്ച് നോക്കുക. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, വളരെ ഈസി ആയിട്ടുള്ള ഒരു സിലബസാണ്. പ്രോബ്ലം പേപ്പേഴ്സ് ബുദ്ധിമുട്ടായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ പോലും ഒരുപാട് തിയറി ടോപ്പിക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ സിലബസിൻ്റെ ബേസിൽ തന്നെയാണ് നമ്മുടെ ആപ്പിൽ കോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എല്ലാ മൊഡ്യൂളിൽ നിന്നുമായിട്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ടോപ്പിക്കുകൾ മാക്സിമം കവർ ചെയ്യും. ഇതിനകം തന്നെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 50% എബവ് ക്ലാസ്സുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള ക്ലാസ്സുകൾ ഇനിയുള്ള ദിവസങ്ങളിലായിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, എക്സാം ക്വാളിഫൈ ചെയ്യുക. താങ്ക് യു.